വീണ്ടും ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ചിക്കൻ കറി വയ്ക്കാൻ പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവോള പച്ചമുളക് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്തിപ്പോൾ നമ്മൾ തക്കാളി ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ 1 മണിക്കൂർ മുന്നേ ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മസാലയും ഉപ്പും എരിവും മുളക് പൊടിയും എല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ അത് നേരത്തെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ഉള്ളിയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നല്ല അടിയിൽ നല്ല ഗുളുകുളാന്ന് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി, അടുത്ത് പിന്നെ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വശക്കിയെടുക്കുക. പിന്നെ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ കൈവച്ച് അതൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഗരം മസാല ഇട്ടിട്ടുണ്ട്. സോറി ഗൈസ്, മല്ലിപ്പൊടിയാണ് ഇട്ടിരുന്നത്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വശക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ലെഗ് പീസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ആ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളതൊന്ന് നല്ല രീതിയിലൊന്നൊന്ന് കൈവച്ച് നല്ല വശക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിനകത്തൊരു 4 വിസിൽ കേൾപ്പിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡിയായിരിക്കും. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ കുക്കറിനകത്തോട്ട് വയ്ക്കാൻ, അടച്ച് മൂടി വയ്ക്കാൻ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ആദ്യം അതൊന്ന് വശക്കി എടുക്കണം. നല്ല രീതിയിൽ ആ മസാലയൊക്കെ ആ ചിക്കനിൽ പിടിച്ചിരിക്കണം. എന്നാലേ ആ ചിക്കനിന് നല്ല രുചി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളിതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ കുക്കർ മൂടി വയ്ക്കാൻ പോവുകയാണ്. ഇനി ഒരു 4-5 വിസിൽ കഴിയുമ്പം നമ്മുടെ ചിക്കൻ റെഡിയാവുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയും ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കഷ്ണം, നല്ല ചൂടുണ്ട് കേട്ടോ, ഒരു കഷ്ണം ചപ്പാത്തിയും അതിൽ ഒരു പീസ് ചിക്കനും പൊതിഞ്ഞെടുത്തിട്ട് ഇതാ സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യുക. അതുവരെ ആയിരിക്കും ബൈ.